ശബരിമല വിധിയിലെ റഫറൻസിൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചു. ചീഫ് ജസ്റ്റിസാണ് ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ. സുപ്രീം കോടതിയിലെ ഏക വനിതാ ജഡ്ജി BV നാഗരത്നയും 9 അംഗ ബെഞ്ചിൽ അംഗമാണ്. സായ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായ്കുമാർ, ബെഞ്ചിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സവിശേഷതകൾ, ഇനി എപ്പോഴത്തേക്കാണ് ബെഞ്ച് ചേരുക? മാധു, രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കേസായി ശബരിമല യുവതീ പ്രവേശന കേസ് മാറിയിട്ടുണ്ട്. അത് വിശദമായി തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുകയാണ്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിനാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് നേതൃത്വം നൽകുന്നത്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് ചീഫ് ജസ്റ്റിസ് തന്നെ നേതൃത്വം നൽകും. നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ ഏക വനിതാ ജസ്റ്റിസ് BV നാഗരത്ന ആണ് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏപ്രിൽ 7-ന് ഇതിലെ വാദം ആരംഭിക്കുകയും ചെയ്യും. ജസ്റ്റിസ് AM സുന്ദരേഷ്, ജസ്റ്റിസ് AM അമാനുള്ള, ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് AJ മസി, ജസ്റ്റിസ് PB വരാല്, ജസ്റ്റിസ് R മഹാദേവൻ, ജസ്റ്റിസ് ജോയ്മാല ബാഗ്ചി എന്നിവരാണ് ഈ ബെഞ്ചിലെ മറ്റംഗങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏപ്രിൽ 7, 8, 9 തീയതികളിലായിരിക്കും ശബരിമല യുവതീ പ്രവേശനം എതിർക്കുന്ന ആളുകളുടെ വാദം പരിശോധിക്കുക. അനുകൂലിക്കുന്നവരുടെ വാദം ഏപ്രിൽ 14, 15, 16 തീയതികളിലും നടക്കും. അതിനുശേഷമായിരിക്കും വിശദമായൊരു പരിശോധനയിലേക്ക് സുപ്രീം കോടതി കടക്കുക. എന്തായാലും വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് കോടതി കടക്കുകയാണ്. മാധു, ശരി, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ചൊവ്വാഴ്ച മുതൽ ശബരിമല യുവതീ പ്രവേശന കേസിൽ കോടതിയിൽ വാദം കേൾക്കൽ ആരംഭിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 അംഗ ബെഞ്ചിൽ BV നാഗരത്ന അടക്കം ജഡ്ജിമാർ ഉൾപ്പെട്ടിരിക്കുന്നു.